ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ. കല്യാണം വരുന്നത് കാലിക്കറ്റാണ്. അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടെല്ലാം കഴിഞ്ഞ് ഇനി പോവാല്ലേ. ഞാനിന്ന് വിചാരിച്ചു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന്. ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഇന്നൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ടൈം തീരെയില്ല ഗൈസ്. എപ്പോഴത്തെയും പോലെ ഇങ്ങനെ അലാറം വെച്ചു, കറക്റ്റ് ടൈം എണീച്ചില്ല. പിന്നെ ഷടപടി തന്നെ റെഡിയായി. അതവിടെ കഴിഞ്ഞിട്ട് 8 മണിക്കാണ് ട്രെയിന് വരുന്നത്. ഇപ്പം തന്നെ 7 മണി. ഇപ്പോഴും ഞാൻ കണ്ണാടിയിൽ നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിന് ശേഷമാണ് നമ്മൾ ഷേവ് ബേബിനെ നോക്കിയത്. നമുക്കിനി ഷേവ് ബേബിനെ മാറ്റാനുണ്ട്. പിന്നെ ഗൈസ്, ഇതാണ് ഞാൻ ഇന്ന് ഇട്ട ഓർണമെൻറ്റ്സും ഡ്രസ്സും. ഇത് ഇടുന്നതിന് മുമ്പേ ഞാനൊന്ന് തേച്ച് മിനുക്കി വെച്ചതായത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ട്രെയിനിന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇന്ന് എൻ്റെ ഹസ്സില്ല, ഇത് എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് ഞാൻ പോകുന്നത്. നമ്മൾ ഷേവ് ബേബി ഓരോന്നും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിന് വന്നു, ട്രെയിന് കയറി കേട്ടോ. ഷേവിന് ഞാൻ വിൻഡോ സീറ്റിൽ, എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ വിൻഡോ സീറ്റിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമായി വിൻഡോ സീറ്റിലിരുന്ന് ആസ്വദിക്കാൻ. ഇങ്ങനെ വ്യൂസൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഷേവ് ബേബിയും വിൻഡോ സീറ്റ് ആസ്വദിക്കട്ടെ. നമ്മൾ എൻജോയ് ചെയ്യാണ് ഗൈസ്. ഷേവ് നേരത്തെ എണീച്ചുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അവനെ ഞാൻ ആ സീറ്റിലിരുത്തി. സീറ്റൊക്കെ ഫുൾ കാലിയാണ്. നമ്മൾ ഇരുന്ന ഭാഗത്ത് എന്ന് വെച്ചാൽ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അങ്ങനെ കാലിക്കറ്റ് എത്തി. ഇനി നമ്മൾ സ്റ്റേഷനിലോട്ട് പോവാണ്. ഇവിടുന്നും 1 മണിക്കൂർ ഓട്ടമുണ്ട് കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക്. അപ്പം ഇനിയും കുറച്ച് യാത്രകളുണ്ട്. പിന്നെ നിങ്ങളിത് കണ്ടോ ഗൈസ്, ഇവരൊക്കെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നല്ല റഷ് എന്ന് വെച്ചാൽ നല്ല റഷ് ഉണ്ടായിരുന്നു, നല്ല തിക്കും നിറക്കും. ഒടുവിൽ ബസ് കയറി നമുക്ക് രണ്ടാൾക്കും സീറ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ ഫാമിലീസിനും സീറ്റൊക്കെ കിട്ടി. ഇതിപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. ഇത് വീട് കുറച്ച് ലോങ് ആയിപ്പോയി ഗൈസ്. ഞാനിനി പാർട്ട് 2 ആക്കിയിട്ട് ബാക്കി അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഓക്കെ, ബൈ.